യൂസേഴ്സിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് നോയ്സ് മാർക്കറ്റിൽ കൊണ്ടുവന്ന ഒരു സ്മാർട്ട് വാച്ച് ആണ് ദീവ. അത്യാവശ്യം നല്ലൊരു സ്ട്രോങ് മാർക്കറ്റ് പ്രസൻസ് എസ്റ്റാബ്ലിഷ് ചെയ്തെടുക്കാൻ പറ്റിയെന്നുള്ളതാണ് ദീവയുടെ പ്രത്യേകത. എന്തായാലും ഇതിന്റെ ഒരു സക്സസിന് ശേഷം നോയ്സ് അടുത്തൊരു സെക്കൻഡ് ജനറേഷൻ പ്രീമിയം സ്മാർട്ട് വാച്ച് ആയിട്ട് എത്തിയിട്ടുണ്ട്, ദീവ 2. എന്തായാലും ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഈ ഒരു ദീവ 2 നമ്മൾ വാങ്ങിച്ചാൽ വർത്ത് ബൈങ് ആകുമോ, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഈ ഒരു പ്രൊഡക്റ്റിന്റെ സവിശേഷതകൾ എന്നാണ്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു വീഡിയോ പൂർണ്ണമായും കാണുക. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ആ ഒരു ഇഷ്ടം ലൈക്കായിട്ടും അഭിപ്രായങ്ങൾ ഉറപ്പായിട്ടും കമന്റ് ആയിട്ട് ഇടുക. കാരണം നിങ്ങളുടെ ഓരോ അഭിപ്രായവും നമ്മുടെ വീഡിയോ മുന്നോട്ട് പോകാനുള്ള ഒരു പ്രചോദനമാണ്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനൊന്ന് കൺസിഡർ ചെയ്യുക. അപ്പോൾ ഇതാണ് നമ്മുടെ നോയ്സിന്റെ Noisefit Diva 2. എന്തായാലും ഫിസിക്കലി നോക്കുവാണെങ്കിൽ വളരെ മനോഹരമായിട്ടുള്ളൊരു സ്ലീക്ക് ആൻഡ് കോമ്പാക്ട് ഡിസൈനോട് കൂടിയിട്ടാണ് ഈ ഒരു വാച്ച് നമുക്ക് കാണാൻ സാധിക്കുക. കൂടാതെ ആ ഒരു ക്ലാസി ആൻഡ് മെറ്റാലിക് ഫിനിഷ്, ഒരു പ്രീമിയം ലുക്കും ഈ ഒരു വാച്ച് നൽകുന്നുണ്ട്. സ്ലീക്ക് ഡിസൈൻ ആയതുകൊണ്ട് തന്നെ ഭയങ്കര ഒരു ബൾക്കിനെസ് ആക്ച്വലി ഇവിടെ കാണാൻ സാധിക്കുന്നില്ല. ലേഡീസിന് ഉറപ്പായിട്ടും അതുകൊണ്ട് തന്നെ ഇഷ്ടപ്പെടുന്നുള്ളൊരു വേറൊരു സംശയമില്ല. രണ്ട് വേരിയൻസിലാണ് നമുക്ക് ഈ ഒരു സ്മാർട്ട് വാച്ച് അവൈലബിൾ ആകുന്നത്. ഒന്ന് എൻ്റെ കയ്യിലിരിക്കുന്ന ഈ ഒരു മെഷ് വേരിയന്റും, മറ്റൊന്ന് പറയുമ്പോഴത്തേക്ക് ലെതർ വേരിയന്റും ആണ്. മെഷ് വേരിയന്റിന് 4999 രൂപ നോർമൽ റേറ്റ്, എന്നാൽ ലെതർ വേരിയന്റ് നമ്മൾ ചൂസ് ചെയ്യുകയാണെങ്കിൽ 4499 രൂപ മാത്രമേ ഉള്ളൂ. ഒരു 500 രൂപ ഡിഫറൻസ് ഈ രണ്ട് പ്രോഡക്റ്റുകൾ തമ്മിലുണ്ട്. എന്തായാലും ലോഞ്ച് ഓഫറിൽ ആക്ച്വലി മെഷ് വേരിയന്റിന് 4499 ആയിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ ലെതർ വേരിയന്റ് എന്ന് പറയുമ്പോഴത്തേക്ക് 3999 കിട്ടി. ഉറപ്പായിട്ടും ഇനി അടുത്ത വരുന്ന ഓഫേഴ്സിലൊക്കെ മിക്കവാറും നമുക്കിത് വീണ്ടും ആ ഒരു ലോഞ്ച് ഓഫറിലേക്ക് എത്താൻ ചാൻസ് ഉണ്ട്. എന്തായാലും എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇരിക്കുന്നത് ബ്ലാക്ക് ലിങ്ക് എന്ന് പറഞ്ഞ കളറാണ്. ഇതല്ലാണ്ട് മെഷ് വേരിയന്റിൽ റോസ് ലിങ്കും ഉണ്ട്. ഇനി ലെതർ വേരിയന്റിലേക്ക് വരുവാണെങ്കിൽ റോസ് പിങ്ക്, സിൽവർ ബ്ലൂ, ക്ലാസിക് ബ്ലാക്ക് എന്നിങ്ങനെ 3 കളേഴ്സിലാണ്. ടോട്ടൽ 5 കളേഴ്സിലാണ് നമുക്ക് ഈ ഒരു പ്രോഡക്റ്റ് അവൈലബിൾ ആകുന്നത്. 20mm ആണ് സ്ട്രാപ്പ് സൈസ്. മിലാനീസ് മെറ്റൽ ബെൽറ്റ് ആണ് ഈ ഒരു മെഷ് വേരിയന്റിൽ കാണാൻ സാധിക്കുന്നത്. നിങ്ങൾക്കിപ്പോൾ ഈ ബ്ലാക്ക് മേടിച്ചിട്ട് വേറൊരു കളർ, ഇപ്പോൾ റോസ് ഗോൾഡോ ഇനല്ല പിങ്കോ ഇനല്ല സിൽവർ, ഏത് കളറിൽ വേണമെങ്കിലും മാറ്റണമെങ്കിൽ 20mm സ്ട്രാപ്പ് അങ്ങോട്ട് മേടിച്ചിട്ടാൽ മതി. ഉറപ്പായിട്ടും നമ്മുടെ ദീപ് സ്റ്റോറിലും മറ്റുള്ള എല്ലാ ഇ കൊമേഴ്സ് വെബ്സൈറ്റിൽ കിട്ടുന്ന കാശ് കുറച്ച് ഈ ഒരു മിലാനീസ് മെറ്റൽ അവൈലബിൾ ആണ്. സോ ഈ ഒരു വീഡിയോ പൂർണ്ണമായും കണ്ടതിന് ശേഷം ജസ്റ്റ് ഒന്ന് ദീപ് സ്റ്റോറും ചെക്ക്ഔട്ട് ചെയ്യാൻ മറക്കണ്ട. ഇനി ഫിസിക്കലി നോക്കുമ്പോഴത്തേക്ക് നമുക്ക് ഇവിടെ ഒരു ക്രൗൺ കാണാൻ പറ്റും. റൊട്ടേറ്റിംഗ് ക്രൗൺ എന്ന് ജസ്റ്റ് ഒരു ബട്ടണായിട്ട് ആക്ട് ചെയ്യുന്നതാണ്. ഇനി പിറകിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് ഹെൽത്ത് മോണിറ്ററിംഗ് സെൻസേഴ്സും അതുപോലെ തന്നെ ചാർജിങ് പോയിന്റും കാണാം. ഓവറോൾ എന്തായാലും ഫിസിക്കലി നമുക്കൊരു പ്രീമിയം ക്വാളിറ്റി അല്ലെങ്കിൽ ആ ഒരു അട്രാക്റ്റഡ് ആയിട്ടുള്ള ഒരു ഡിസൈൻ തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇനി ഡിസ്പ്ലേയിലേക്ക് വരുവാണെങ്കിൽ 1.4 ഇഞ്ചിന്റെ AMOLED ഡിസ്പ്ലേയോട് കൂടിയാണ് ഈ ഒരു വാച്ച് നമുക്ക് ലഭ്യമാകുക. കൂടാതെ 416x416 പിക്സൽസ് ആണ് ഡിസ്പ്ലേ റെസൊല്യൂഷൻ എന്ന് പറയുന്നത്. വാച്ച് എന്തായാലും നോയ്സ്ഫിറ്റ് ആപ്പുമായിട്ട് ലിങ്ക് ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് കാര്യവും ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ നോയ്സ്ഫിറ്റ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക എന്നുള്ളത് മാൻഡേറ്ററി ആണ്. ജസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് നമ്മളൊന്ന് സെർച്ച് ചെയ്താൽ മാത്രം മതി. നമ്മുടെ ആ വാച്ച് അവിടെ കാണിക്കുന്നതാണ്. ദീവ 2 എന്ന് തന്നെ അവിടെ ഒരു മോഡൽ നമ്പർ നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. എന്തായാലും വാച്ച് ഓൺ ആക്കുമ്പോഴത്തേക്ക് ഇതുപോലത്തെ ഒരു വാച്ച് ഫേസിൽ അല്ലെങ്കിൽ ആ ഒരു ഇന്റർഫേസ് ആണ് വന്ന് നിൽക്കുന്നത്. ഈ വാച്ച് ഫേസ് വേണ്ടെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ടാപ്പ് ആൻഡ് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ മറ്റുള്ള 3 വാച്ച് ഫേസസ് അവിടെ കാണാം. എന്തായാലും അറ്റ് എ ടൈം നമുക്ക് 4 മാത്രമേ ഇൻക്ലൂഡ് ചെയ്യാൻ സാധിക്കുമെങ്കിൽ പോലും 100-ൽ പരം ക്ലൗഡ് ബേസ്ഡ് വാച്ച് ഫേസസ് ഇവിടെ ആ ഒരു നോയ്സ്ഫിറ്റ് ആപ്പ് വഴി ഇങ്ങോട്ട് കൊണ്ടുവരാം. കൂടാതെ നമുക്ക് ഇഷ്ടമുള്ള നമ്മളുടെ ഫോട്ടോ അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ഒരാളുടെ ഫോട്ടോ വേണമെങ്കിലും ഇതിലേക്ക് കൊണ്ടുവരാം. അതൊക്കെ തന്നെ നോയ്സ്ഫിറ്റ് ആപ്പ് പരിചയപ്പെടുത്തുമ്പോഴത്തേക്ക് ഞാൻ അങ്ങോട്ട് കാണിച്ചു തരാം. ഇനി മുകളിൽ നിന്ന് താഴേക്ക് സ്വൈപ്പ് ഡൗൺ ചെയ്യുമ്പോഴത്തേക്ക് കുറച്ച് ഐക്കൺസ്, നമുക്ക് ആവശ്യമുള്ള അത്യാവശ്യമായിട്ടുള്ള ഐക്കൺസും കൂടാതെ സമയമൊക്കെ കാണിക്കുന്നുണ്ട്. ഇനി താഴെ നിന്ന് മുകളിലേക്ക് സ്വൈപ്പ് അപ്പ് ചെയ്യുമ്പോഴത്തേക്ക് നോട്ടിഫിക്കേഷൻ കാണാം. ഇനി വലുതെന്ന് ഇടതോട്ട് സ്ലൈഡ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ ഡെയിലി ആക്ടിവിറ്റി, അതുപോലെ തന്നെ ഹാർട്ട് റേറ്റ് മോണിറ്ററിങ്, സ്ലീപ്പ് മോണിറ്ററിങ്, വെതർ, അതുപോലെ തന്നെ നമുക്ക് മ്യൂസിക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന സംഭവമാണ്. കൂടാതെ നമുക്ക് ഇഷ്ടമുള്ള വിജറ്റ് ആഡ് ചെയ്യാനും സാധിക്കും. ഇനി ഇടതുനിന്ന് വലതോട്ട് സ്ലൈഡ് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഇവിടെ റീസെന്റ് ആയിട്ട് ഓപ്പൺ ചെയ്ത ഐക്കൺസും ഒക്കെ കാണാൻ സാധിക്കുന്നതാണ്. ഇനി മെയിൻ മെനുവിലേക്ക് പോകുകയാണെങ്കിൽ നമുക്ക് ആദ്യം തന്നെ കാണാൻ പറ്റിയ ഡയൽ പാഡ് ആണ്. ഇതൊരു ബ്ലൂടൂത്ത് കോളിംഗ് ഇനേബിൾഡ് ആയിട്ടുള്ള ഒരു സ്മാർട്ട് വാച്ച് ആണ്. അതായത് നമുക്ക് കോൾ എടുക്കാനും കോൾ കട്ട് ചെയ്യാനും ഇനി നമുക്ക് ഡയൽ ചെയ്ത് വിളിക്കാനും ഒക്കെ സാധിക്കുന്നതാണ്. കൂടാതെ കോൺടാക്ട്സ്, നമുക്ക് ഫ്രീക്വന്റ് ആയിട്ടുള്ള കോൺടാക്ട്സ് ആഡ് ചെയ്ത് വെക്കാം. അതും നമുക്ക് നോയ്സ്ഫിറ്റ് ആപ്പ് വഴിയേ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുപോലെ തന്നെ നമുക്ക് ഹിസ്റ്ററി, നമ്മൾ ആരൊക്കെ വിളിച്ചു എന്ന് കാണാൻ സാധിക്കും. വോയിസ് അസിസ്റ്റൻസ് ഉണ്ട്. ഡേറ്റ ഇവിടെ നമുക്ക് കാണാം, ഡെയിലി ആക്ടിവിറ്റിയുടെ ആണ്. കൂടാതെ വർക്ക്ഔട്ട് മോഡ്സ് നമുക്ക് ഇവിടെ ഉണ്ട്. ബേസിക് ആയിട്ടുള്ള എല്ലാ വർക്ക്ഔട്ട് മോഡുകളും നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. കൂടാതെ വർക്ക്ഔട്ട് റെക്കോർഡ്സ് ഉണ്ട്, ഹാർട്ട് റേറ്റ്, സ്ലീപ്പ്, ബ്ലഡ് ഓക്സിജൻ, മെസ്സേജ്, വെതർ, സ്പിരിറ്റ് ട്രാക്കർ. ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, ഈ ഒരു സ്മാർട്ട് വാച്ച് ഡെഡിക്കേറ്റഡ് ആയിട്ട് ഫീമെയിൽ യൂസേഴ്സിന് ആയതുകൊണ്ട് തന്നെ ഇതിനകത്തുള്ളത് ഒരു അഡ്വാൻസ്ഡ് ഫീമെയിൽ സൈക്കിൾ ട്രാക്കിംഗ് ആണ്. അതായത് വിമൻസ് ഹെൽത്തിന് പ്രയോറിറ്റി കൊടുത്തിട്ട് തന്നെയാണ് ഈ ഒരു വാച്ച് നിർമ്മിച്ചിരിക്കുന്നത്. കൂടാതെ മ്യൂസിക് ഇവിടെ ഉണ്ട്, ബ്രത്ത് ട്രെയിനിങ് ഉണ്ട്, സ്റ്റോപ്പ് വാച്ച്, ടൈമർ, അലാം, കാലണ്ടർ, കാൽക്കുലേറ്റർ, ഫൈൻ ഫോൺ, ക്യാമറ, സെറ്റ് ടൈം, നമുക്ക് ടൈം മാനുവലി സെറ്റ് ചെയ്യാം. കൂടാതെ സെറ്റിംഗ്സിലേക്ക് പോകണമെങ്കിൽ ഇവിടെ നമുക്ക് ആദ്യം തന്നെ കാണാൻ പറ്റുക മെനു സ്റ്റൈലാണ്. 4 ടൈപ്പ് മെനു നമുക്ക് ഇവിടെ സെറ്റ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചൂസ് ചെയ്യാവുന്നതാണ്. കൂടാതെ ഡിസ്പ്ലേയിലേക്ക് പോകണമെങ്കിൽ അവിടെ സ്ക്രീൻ ടൈം, റൈസ് ടു വേക്കപ്പ്, AOD ഓൾവൈസ് ഓൺ ഡിസ്പ്ലേ ഓൺ ആക്കാനും ഓഫ് ആക്കാനും സാധിക്കും. ബാറ്ററി ഇവിടെ വന്നിട്ട് നമുക്ക് എത്ര പെർസെന്റേജ് ഉണ്ടെന്ന് നോക്കാം. കൂടാതെ ബാറ്ററി സേവിംഗ് മോഡ് ഓൺ ആക്കാം. വൈബ്രേഷൻ ആൻഡ് റിംഗിലേക്ക് പോകണമെങ്കിൽ നമുക്ക് അവിടെ മോഡ്, ഇപ്പോൾ വൈബ്രേഷൻ ആൻഡ് റിംഗ് നടക്കുന്നത്, അതായത് ഫോണിൽ നമുക്ക് കോൾ വരികയാണെങ്കിൽ ഇതിനകത്ത് വൈബ്രേഷനും റിംഗും അടിക്കുന്നതാണ്.
സാധിക്കുന്നതാണ്. ഇനി നിങ്ങൾക്ക് വൈബ്രേഷൻ മാത്രം വേണമെങ്കിൽ വൈബ്രേഷനിലേക്ക് ഓൺ ആക്കാം. ഇനി അതല്ല അതൊന്നും വേണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് മ്യൂട്ടും ആക്കി ഇടാവുന്നതാണ്. കൂടാതെ വൈബ്രേഷൻ ആ ഒരു ഇന്റൻസിറ്റി സോഫ്റ്റും സ്ട്രോങ്ങും ആക്കാൻ സാധിക്കുന്നതാണ്. ഇനി QR ഇവിടെ കാണാം. കൂടാതെ ഈ ഒരു വാച്ചിൽ നമുക്ക് പാസ്വേഡ് സെറ്റ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ സിസ്റ്റത്തിലേക്ക് പോകണമെങ്കിൽ സിസ്റ്റം ഇൻഫോ, ഷട്ട് ഡൗൺ, റീസെറ്റ് എന്നിങ്ങനെ കുറച്ച് കാര്യങ്ങൾ കാണാം. അപ്പോൾ ഇത്രയാണ് എന്തായാലും ഒരു യൂസർ ഇന്റർഫേസിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത്. അപ് ടു 5 days ആണ് കമ്പനി അവകാശപ്പെടുന്ന ടിപ്പിക്കൽ യൂസേജ് ടൈം എന്ന് പറയുന്നത് ഈ ഒരു വാച്ചിന്റെ. കൂടാതെ നമുക്ക് IP68 ഒരു വാട്ടർ ആൻഡ് ഡസ്റ്റ് പ്രൊട്ടക്ഷനും നമുക്ക് ഇവിടെ ഉണ്ട്. സോ അത്യാവശ്യം ഡ്രസ്സിലെങ്കിലും അല്ലെങ്കിൽ വർക്കൗട്ട് ഒക്കെ ചെയ്യുമ്പോഴത്തേക്ക് ഇത് ഉപയോഗിച്ചാൽ അങ്ങനെ വലിയ പ്രശ്നങ്ങളെ ഉണ്ടാവാൻ ചാൻസ് ഇല്ല. കൂടാതെ ചെറിയ പൊടിയൊക്കെ തട്ടിയാലും പെട്ടെന്ന് അങ്ങോട്ട് സ്ക്രാച്ച് ആവാനും ചാൻസ് വളരെ കുറവാണ്. ഇനി നമ്മുടെ നോയ്സ്ഫിറ്റ് ആപ്പിലുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കാണിച്ചു തരാം. എന്തായാലും ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്ക് ഇതുപോലത്തെ ഒരു ഇന്റർഫേസ് ആണ് വരുന്നത്. ഇതിനകത്ത് നമുക്ക് ഹെൽത്ത് ഓവർവ്യൂ, അതുപോലെ തന്നെ സ്റ്റെപ്പ് കൗണ്ടും, സ്ലീപ്പ്, സ്റ്റെപ്സ്, കാലറീസ്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ ഡെയിലി ചെയ്യുന്ന കാര്യങ്ങളാണ് കാണാൻ സാധിക്കുന്നത്. കൂടാതെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവത്തിൽ ഒന്നെന്ന് പറയുമ്പോഴത്തേക്ക് ഇപ്പോൾ വാച്ച് ഫേസസ്, ഞാൻ ഓൾറെഡി പറഞ്ഞു 100+ ക്ലൗഡ് ബേസ്ഡ് വാച്ച് ഫേസസ് ഇതിനകത്തുണ്ട്. സോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വാച്ച് ഫേസസ് ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് ചെയ്യാം. കൂടാതെ നിങ്ങൾക്ക് ക്രിയേറ്റ് യുവർ ഓൺ, ഇവിടെ പോയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങളുടെ ഫോട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രിയപ്പെട്ടവരുടെ ഫോട്ടോ അതിലേക്ക് വന്നിട്ട് നമുക്ക് അതും വേണമെങ്കിൽ ഇതിലേക്ക് കൊണ്ടുവരാം. കൂടാതെ മറ്റൊരു സംഭവം ഏറ്റവും മുകളിൽ കാണുന്ന ഈ ഒരു ഐക്കണിലേക്ക് കഴിഞ്ഞാൽ ഇവിടെയാണ് നമുക്ക് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവം. നോയ്സ്ഫിറ്റ് Diva 2 എന്നുണ്ട്, അതുപോലെ തന്നെ 50% ബാറ്ററി ഉണ്ടെന്ന് കാണിക്കുന്നുണ്ട്. നോട്ടിഫിക്കേഷനിലേക്ക് പോയിട്ട് ഇത് നമ്മൾ ഇനേബിൾ ചെയ്താൽ മാത്രമേ ഫോണിൽ വരുന്ന നോട്ടിഫിക്കേഷൻ എല്ലാം അതിനകത്ത് വരത്തുള്ളൂ. കൂടാതെ കോളിംഗ് ആണെങ്കിൽ പോലും ഇവിടെ വന്നിട്ട് നമ്മൾ ഇനേബിൾ ചെയ്താൽ ആ കോൾ അലേർട്ട് അവിടെ വരുന്നതാണ്. അതേപോലെ തന്നെ ഹെൽത്ത് മോണിറ്റർ നമ്മൾ ഇവിടെ വന്നിട്ട് നമുക്ക് കണ്ടോ ഹാർട്ട് റേറ്റിൽ പോയിട്ട് നമുക്ക് കണ്ടോ വേണമെങ്കിൽ ഓട്ടോ HR വേണമെങ്കിൽ നമുക്ക് ഓൺ ആക്കാം, ഓഫ് ആക്കാം. ഡ്രിങ്ക് വാട്ടർ, ഐഡൽ അലർട്ട്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഇവിടെ ഉണ്ട്. ഗൂഗിൾ ഫിറ്റ് വേണമെങ്കിൽ കണക്ട് ചെയ്യാം. മൈ അക്കൗണ്ട്സ്, ഇതാണ് നമുക്ക് ഓൾറെഡി ഞാൻ പറഞ്ഞു ഫ്രീക്വൻ്റ് ആയിട്ട് വിളിക്കുന്ന കുറച്ച് ആൾക്കാരെ വേണമെങ്കിൽ ഇതിനകത്തേക്ക് 8 ആളുകൾ മാത്രമേ പറ്റത്തുള്ളൂ. പക്ഷേ അതും നമുക്ക് ഇവിടെ വന്നിട്ട് ആഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. കൂടാതെ സ്പോർട്ട് മോഡ് സെലക്ഷൻ ഉണ്ട്, അതുപോലെ തന്നെ വെതർ സെറ്റിംഗ്സ് ഇവിടെ വന്നിട്ട് ഓണും ഓഫും ഒക്കെ ആകാൻ സാധിക്കും. ക്യാമറ ഷട്ടർ, റിസ്റ്റ് സെൻസ്, ഇപ്പോൾ റേസ് ടു വേക്കപ്പ് നമുക്ക് ഓൺ ആക്കാനും ഓഫ് ആക്കാനും പറ്റും. എത്ര സമയം വേണം, എവിടം വരെ വേണം എന്നൊക്കെ തന്നെ നമുക്ക് ഇവിടെ വന്നിട്ട് സെറ്റ് ചെയ്യാൻ സാധിക്കും. ഫൈൻഡ് മൈ ഡിവൈസ് ഉണ്ട്, അൺപെയർ ഡിവൈസും കാണാം. അപ്പോൾ ഇത്രയാണ് എന്തായാലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് നോയ്സ്ഫിറ്റ് ആപ്പിലെ കാര്യങ്ങൾ കേട്ടോ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഈ ഒരു നോയ്സ്ഫിറ്റ് Diva 2 കാണാൻ സാധിക്കുന്ന കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത്. 4999 രൂപ അല്ലെങ്കിൽ ആ ഒരു സ്പെഷ്യൽ ലോഞ്ച് ഓഫറിൽ ഉണ്ടായിരുന്ന 4499 രൂപയ്ക്ക് നമുക്ക് ഈ ഒരു പ്രോഡക്റ്റ് മേടിച്ചാൽ വർത്ത് ബൈങ് ആകുമല്ലോ എന്ന് വെച്ചാൽ ഉറപ്പായിട്ടും നിങ്ങൾക്കൊരു പ്രീമിയം ക്വാളിറ്റി ഡിസൈൻ ഉള്ളൊരു സ്മാർട്ട് വാച്ച് വേണം, നോയ്സ് എന്ന് പറഞ്ഞൊരു ബ്രാൻഡിന്റെ വേണമെങ്കിൽ ഇതിലേക്ക് പോകുന്നതിൽ തെറ്റൊന്നുമില്ല. എന്നാൽ എവിടെയൊക്കെയോ എനിക്ക് 5000 രൂപ കൊടുക്കേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളൊരു ചിന്തയും വന്നില്ല എന്നുള്ളതിൽ വേറൊരു സംശയമില്ല. എന്നെ സംബന്ധിച്ചുള്ള ഞാൻ പറയണത് ഒരു 3500 4000 രൂപയ്ക്ക് കുഴപ്പമില്ലാത്ത രീതിക്ക് നല്ലൊരു ബിൽഡ് അല്ലെങ്കിൽ ആ ഒരു ക്വാളിറ്റി തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ആവശ്യം ലൈക്കായിട്ടും അഭിപ്രായങ്ങൾ കമന്റ് ആയിട്ടും കൂടാതെ നമ്മുടെ ചാനലിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് അങ്ങനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുമ്പോഴേക്കും ബൈ.